ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ഇങ്ങനെ ബുദ്ധിക്കധീനനായി ജീവിച്ച ജീവാത്മാവിന്, അതായത് പുരഞ്ജനന് ഒരുപാട് മക്കളുണ്ടായി എന്ന് പറഞ്ഞിരുന്നു. അത് ഈ പുത്രന്മാരെ ഇന്ദ്രിയ പരിണാമങ്ങളായിട്ടും ആ പുത്രന്മാരെ വിവാഹം ചെയ്തു കൊടുത്ത പുത്രവധുക്കൾ എന്നാൽ ഹിതം അഹിതം ഇങ്ങനെയുള്ള ചിന്തകളായും കരുതേണ്ടതാണ്. ഇനി പൗത്രവർഗത്തെ പല തരത്തിലുള്ള കർമ്മ പരമ്പരയാണ്. നമ്മൾ ഓരോ ജന്മത്തിലും പല വിധത്തിലുള്ള കർമ്മങ്ങൾ ചെയ്ത് ആ വാസനകൾ നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടുന്നുണ്ട്. ഇതിനെയാണ് പൗത്രവർഗം എന്ന് ഉദ്ദേശിച്ചത്. ഇനി പുരഞ്ജനന്, അതായത് ഈ ജീവാത്മാവിന് ഉണ്ടായ പുത്രിമാരെ ബുദ്ധിയുടെ വൃത്തികളായിട്ടും അവർ കല്യാണം കഴിച്ചത് ഭർത്താക്കന്മാർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നിരവധി വിഷയഭോഗങ്ങളും ആണ്. ഇവരുടെയൊക്കെ സംഖ്യകൾ ഏകദേശം ആ കഥയ്ക്ക് ഒരു സൗന്ദര്യത്തിന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അനേകം എന്ന് അർത്ഥമെടുത്താൽ മതിയാകും. ഇങ്ങനെ കഴിഞ്ഞു വന്ന ആ പുരത്തെ, ശരീരത്തെ വാർദ്ധക്യം പിടിപെടുന്നു എന്നതാണ് കാലകന്യാ ചരിത്രത്തിൽ പറഞ്ഞത്. അതിനെക്കുറിച്ചാണ് 21ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. സംവത്സരഃ ചണ്ഡവേഗഃ. സംവത്സരശ്ചണ്ഡവേഗ കാലഃ കാലോ യേന ഉപലക്ഷിതഃ. യേനോപലക്ഷിതഃ തസ്യ അഹാനി ഇഹ. തസ്യ അഹാനീഹ ഗന്ധർവാഃ ഗന്ധർവ്യഃ രാത്രയഃ സ്മൃതാഃ. ഹരന്തി ആയുഃ ഹരന്ത്യായുഃ പരിക്രാന്ത്യ ഷഷ്ടി ഉത്തര ശതത്രയം. ഷഷ്ട്യുത്തര ശതത്രയം. കാലകന്യാ ചരിത്രത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞത്. ചണ്ഡവേഗൻ എന്ന് വിഖ്യാതനായ ഒരു ഗന്ധർവ രാജാവുണ്ടായിരുന്നു. അവന്റെ അധീനത്തിൽ ബലശാലികളായ 360 ഗന്ധർവന്മാരുണ്ട്. അത്രയും തന്നെ ഗന്ധർവിമാരും ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇവർ വെളുത്തവരും കറുത്തവരുമായിട്ട് ഉണ്ടായിരുന്നു. ഇങ്ങനെ മാറി മാറി സകല ഭോഗസാമഗ്രികളോടെ നിർമ്മിതമായ പുരഞ്ജനപുരിയെ കവർന്നുകൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത്. യേന കാലഃ യാതൊന്നിലൂടെ കാലം ഉപലക്ഷിതഃ ലക്ഷീകരിക്കപ്പെടുന്നുവോ ആ സംവത്സരഃ സംവത്സരത്തിനെയാണ് ചണ്ഡവേഗഃ ചണ്ഡവേഗൻ എന്ന ഗന്ധർവരാജനായി പറഞ്ഞിരിക്കുന്നത്. കാലത്തെ കുറിക്കുന്ന ആ ശബ്ദമാണ് സംവത്സരം. ആ സംവത്സരത്തെയാണ് ചണ്ഡവേഗൻ എന്ന ഗന്ധർവരാജനായി പറഞ്ഞിരിക്കുന്നത്. ഇനി തസ്യ ആ ഗന്ധർവരാജന്റെ അധീനത്തിലുള്ള ഗന്ധർവാഹ ഗന്ധർവന്മാർ എന്നതുകൊണ്ട് അഹാനി പകലുകളെ സൂചിപ്പിക്കുന്നു. ഇനി ഗന്ധർവ്യഃ ഗന്ധർവിമാർ എന്ന് പറഞ്ഞതുകൊണ്ട് രാത്രയഃ രാത്രികളും ആണെന്ന് കരുതുക. ഇഹ സ്മൃതാഹ എന്ന് കരുതപ്പെടുന്നു. ഇങ്ങനെ ഒരു വർഷം എന്ന് പറയുമ്പോൾ 365 ദിവസങ്ങൾ എന്നാണ് പറയുക. എന്നാൽ ആ 5നെ കണക്കാക്കാതെ 360 എന്ന സംഖ്യ കൊണ്ടാണ് പകലിനെയും രാത്രിയെയും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 365 അല്ലെങ്കിൽ 360 ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ അത്രയും പകലുകളും അത്രയും രാത്രികളും. അതുകൊണ്ടാണ് 360 സംഖ്യ വരുന്ന ഷഷ്ടി ഉത്തര ശതത്രയം 360 സംഖ്യ വരുന്ന ഇവർ പരിക്രാന്ത്യ ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ആയുഹു മനുഷ്യായുസ്സിനെ ഹരന്തി കാർന്നെടുക്കുന്നു. അപ്പോൾ 360 എന്ന് പറയുന്നത് ദിവസത്തിൻ്റെയും രാത്രിയുടെയും കണക്കാണ്. അപ്പോൾ ഇത് രണ്ടും കൂട്ടിയിട്ടാണ് 720 എന്നൊരു സംഖ്യ പറഞ്ഞത്.
ഇനി വെളുത്തവരും കറുത്തവരുമായിട്ട് ഗന്ധർവ സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ശുക്ലപക്ഷത്തെയും കൃഷ്ണപക്ഷത്തെയുമാണ്. വെളുത്ത ഗന്ധർവ സ്ത്രീകൾ ശുക്ലപക്ഷ രാത്രികളും കറുത്ത ഗന്ധർവ സ്ത്രീകൾ കൃഷ്ണപക്ഷ രാത്രികളും ആണ്. ഇങ്ങനെ ഈ സംവത്സരം കറങ്ങിക്കൊണ്ട് രാപ്പകലുകളാൽ ഈ ജീവാത്മാവ് കുടികൊള്ളുന്ന ശരീരമാകുന്ന പുരത്തെ കവർന്ന് കവർന്ന് ദുർബലമാക്കുന്നു. അപ്പോൾ പ്രായമാകും തോറും നമ്മുടെ പ്രാണന്റെ അവസ്ഥയും ദുർബലമായിക്കൊണ്ടിരിക്കും. എങ്കിലും അത് പരമാവധി ഊർജസ്വലമായി നിൽക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് ഈ പ്രജാകരൻ എന്ന 5 തലപ്പാമ്പ് ഈ ഗന്ധർവന്മാർ പുരഞ്ജന നഗരത്തെ കവർച്ച ചെയ്യുവാൻ ആരംഭിച്ചപ്പോൾ മുതൽ പൊരുതി നിന്നു എന്ന് പറഞ്ഞത്. എന്നാൽ ഇടയ്ക്കെങ്കിലും നമുക്കൊരു മരണചിന്തയൊക്കെ വരും. നമുക്കടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് നമ്മുടെ അതേ പ്രായത്തിലുള്ളവർ മരിക്കുന്നു എന്ന് കാണുമ്പോഴാണ് ഇതേപോലെ എനിക്കുമുണ്ടല്ലോ എന്നൊരു ചിന്ത വരുമെങ്കിലും ഈ മായ പെട്ടെന്ന് തന്നെ ആ ചിന്തയെ മാറ്റുന്നു. അതുകൊണ്ട് തന്നെ പ്രാണശക്തി തളർന്ന ജീവാത്മാവ് ഈ വിഷയ സാമ്രാജ്യത്തിന്റെ കോട്ടയായ ശരീരത്തിൽ എല്ലാം മറന്നുകൊണ്ട്, തനിക്ക് മരണമുണ്ട് എന്ന ആ ചിന്തയെ മറന്നുകൊണ്ട് വീണ്ടും ക്ഷുദ്രമായ സുഖഭോഗങ്ങളിൽ നിരതനായും ഇന്ദ്രിയാർത്ഥങ്ങളെ സ്വീകരിച്ചുകൊണ്ട് മൃത്യുഭയത്തെ ചിന്തിക്കാതെയും കഴിയുന്നതിനെയും ഈ പുരഞ്ജനോപാഖ്യാനത്തിലെ ഈ കാലകന്യാ ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സമയത്താണ് കാലന്റെ മകളായിട്ടുള്ള ഒരുത്തി കാമുകനെ തേടിക്കൊണ്ട് 3 ലോകവും ചുറ്റി നടക്കുകയായിരുന്നു. എങ്കിലും ആരും അവളെ സ്വാഗതം ചെയ്തില്ല എന്ന് പറഞ്ഞത്. ഇതിനെക്കുറിച്ചാണ് 22ാമത്തെ ശ്ലോകത്തിൽ അതിന്റെ അർത്ഥം പറയുകയാണ്. കാലകന്യാ ജരാ സാക്ഷാത് ലോകഃ താം സാക്ഷാത് ലോകസ്താം ന അഭിനന്ദതേ ന അഭിനന്ദതേ സ്വസ്വാരം ജഗൃഹേ മൃത്യുഃ ക്ഷയായ യവനേശ്വരഃ. കാലകന്യ, കാലന്റെ മകൾ എന്ന് പറഞ്ഞത് സാക്ഷാത്തായിട്ടുള്ള ജര, വാർദ്ധക്യ കാലത്തെ കുറിച്ചാണ്. ആ കാലത്തെ താം, അവളെ ലോകഃ, ലോകത്തിലാരും തന്നെ ന അഭിനന്ദതി, അഭിനന്ദിക്കാറില്ല, ഇഷ്ടപ്പെടാറില്ല. ആർക്കും ഇഷ്ടമല്ലാത്തൊരു കാലമാണ് ഈ വാർദ്ധക്യം എന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെയൊക്കെ കാലത്ത് ഈ അകാല മരണം എന്നത് വളരെ വളരെ അപൂർവമാണ് എന്നതുകൊണ്ടാണ് വാർദ്ധക്യം വന്നാൽ മാത്രം മരണം എന്ന ഒരു സ്വാഭാവികമായ പ്രക്രിയയെക്കുറിച്ച് ഇവിടെ പറയുന്നത്. അപ്പോൾ വാർദ്ധക്യം വരുന്ന സമയത്ത് എന്നിട്ടാണ് മൃത്യുഹു, മരണമാകുന്ന യവനേശ്വരഃ, യവന രാജാവ്. അപ്പോൾ യവന രാജാവ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മരണത്തെയാണ്. ആ യവന രാജാവ് ക്ഷയായ, ലോകസംഹാരത്തിനായി സ്വസ്വാരം, ഇവളെ, ഈ കാലകന്യയെ തൻ്റെ സോദരിയായിട്ട് ജഗൃഹേ, സ്വീകരിച്ചു. കാരണം എവിടെയൊക്കെ വാർദ്ധക്യഗ്രസ്തരായിട്ട് ആളുകളുണ്ടോ അങ്ങനെ അവരുടെ ആ പ്രാരബ്ധം തീരുന്നതിനനുസരിച്ച് ഈ യവന രാജാവായ മൃത്യു അവരെ കവർന്നെടുക്കുന്നു. ഇനി യവന രാജാവ് ഒരാളെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു, പ്രജ്വാരൻ എന്നവൻ എൻ്റെ സോദരനാണ്, അതുകൊണ്ട് നീയും എനിക്ക് ഒരു സോദരിയായിട്ട് നിന്നുകൊള്ളുക. എന്നിട്ട് നിങ്ങൾ ഇരുവരോടും കൂടി അവ്യക്തഗതിയായ ഞാൻ ഭീകരസേനയോടുകൂടിയവനായി ഈ ലോകത്തിൽ സഞ്ചരിക്കാം എന്ന് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ആധയഃ, ആധയോ വ്യാധയഃ തസ്യ വ്യാധയസ്തസ്യ സൈനികാഃ യവനാഃ ചരാഃ യവനാശ്ചരാഃ ഭൂത ഉപസർഗ ആശുരയഃ ഭൂതോപസർഗാശുരയ പ്രജ്വാരഃ പ്രജ്വാരോ ദ്വിവിധോ ജ്വരഃ. ഇവിടെ യവനന്റെ കാലാൾ പടയാളികൾ എന്ന് പറഞ്ഞത് ആധയഃ വ്യാധയഃ, ആധികളും വ്യാധികളും ആണ്. നമുക്ക്
എപ്പോഴും സ്ട്രെസ് ഉണ്ടാകുമ്പോൾ പല രീതിയിലുള്ള ആകാംക്ഷ, ആങ്സൈറ്റി ഇങ്ങനെയൊക്കെയുള്ള ആളുകളിലാണ് പല വിധത്തിലുള്ള അസുഖങ്ങൾ വരുന്നത് എന്ന് ഇപ്പോൾ ശാസ്ത്രം പോലും അംഗീകരിക്കുന്ന കാര്യമാണ്. പലപ്പോഴും ഷുഗർ, പ്രഷർ ഇതൊക്കെ വരുന്നത് മനസ്സിന് സ്വസ്ഥത നശിക്കുമ്പോഴാണ്. പിന്നെ അത് വന്നു കഴിഞ്ഞാൽ രക്ഷയില്ല. അപ്പോൾ മനസ്സ് ശാന്തമായിട്ടിരിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് ആധികൾ പലപ്പോഴും വ്യാധികൾക്ക് കാരണമാകാറുണ്ട്. ഇങ്ങനെയുള്ള ആധികളും വ്യാധികളും തസ്യ ഈ യവന രാജാവിൻ്റെ ചരാഹ കാലാൾ സൈനികാഹ പടയാളികളായ യവനാഹ യവനന്മാരാകുന്നു. ഇനി സഹോദരനായ പ്രജ്വാരൻ എന്ന് പറഞ്ഞ അവൻ ഭൂത ഉപസർഗ ആശു രയഃ, അത് ജ്വരമാണ്. അപ്പോൾ അത് പിടിവിട്ട് കഴിഞ്ഞാൽ, ജ്വരം എന്നാൽ പനി, രണ്ട് രീതിയിലുള്ള ജ്വരം, അതിസാരം, ഇങ്ങനെ എന്തൊക്കെയാണോ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന അസുഖം അതിനെയെല്ലാം പ്രജ്വാരൻ എന്ന് പറയുന്നു. ഇവ ശരീരത്തിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ പ്രാണിപീഡനത്തിൽ അതിവേഗം അതിൻ്റെ വൈറസുകൾ വളരെ വേഗം വർദ്ധിക്കുന്നതാണ്. ഇങ്ങനെയുള്ള പ്രജ്വാരഹ, ഈ പ്രജ്വാരൻ എന്നവൻ ദ്വിവിധഃ ശീത ഉഷ്ണഭേദേന രണ്ട് തരത്തിലുള്ള ജ്വരഃ പനിയാകുന്നു. ഇതിനെ തുടർന്ന് പുരഞ്ജനോപാഖ്യാനത്തിൽ ആ കാലകന്യക, അതായത് വാർദ്ധക്യം, പുരഞ്ജനൻ ജീവാത്മാവ് കുടികൊള്ളുന്ന ശരീരത്തെ പിടികൂടുന്നു. ഒപ്പം തന്നെ ജരാനരാദികൾ ബാധിക്കുന്നു, ജ്വരം ബാധിക്കുന്നു. അങ്ങനെ ആ പ്രാണൻ അതുവരെ ഈ ശരീരത്തെ നിലനിർത്തിയിരുന്ന, വളരെ കഷ്ടപ്പെട്ട് നിർത്തിയിരുന്ന പ്രാണൻ പോലും അവസാനം തളർന്നു പോകുന്നു. അങ്ങനെ ഈ ജീവാത്മാവ് ആ ശരീരം വിട്ട് മറ്റൊരു ശരീരത്തിലേക്ക് പോകാൻ നിർബന്ധിതനാകുന്നു. അങ്ങനെയാണ് വൈദർഭിയായി ജനിച്ചതും. പിന്നീട് ആ കഥ അവസാനിച്ചപ്പോൾ ഏകദേശം തത്വങ്ങൾ അവിടെ പറഞ്ഞു. അപ്പോൾ പുരഞ്ജനോപാഖ്യാനത്തിന്റെ ഗൂഢതത്വ വ്യാഖ്യാനം ഇവിടെ അവസാനിക്കുന്നു. തുടർന്ന് സാമാന്യമായിട്ട് ഈ കഥയിലൂടെ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്, ഈ രാജാവിനോടുള്ള, അതായത് പ്രാചീന ബർഹിസിനോടുള്ള ഉപദേശമായിട്ടാണ് ഈ കഥ പറഞ്ഞത്. ഈ ഒരു കഥയിലൂടെ നാരദ മഹർഷി എന്ത് തത്വം പറഞ്ഞു കൊടുക്കാനാണ് ഉദ്ദേശിച്ചത് എന്നാണ് ഇനി അങ്ങോട്ട് പറയുന്നത്. 24-25 ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുകയാണ്. ഏവം ബഹുവിധൈഹി ദുഃഖൈഹി ദേവഭൂത ആത്മസംഭവൈഹി ബഹുവിധൈർ ദുഃഖൈർ ദേവഭൂത ആത്മസംഭവൈഹി ക്ലിശ്യമാനഃ ശതം വർഷം ദേഹേ ദേഹി തമോവൃതഃ. 25 പ്രാണ ഇന്ദ്രിയ മനോധർമാൻ ആത്മനി അധ്യാസ്യ പ്രാണേന്ദ്രിയ മനോധർമാൻ ആത്മന്യധ്യാസ്യ നിർഗുണഃ ചേതേ കാമലവാൻ ധ്യായൻ മമ അഹം ഇതി മമ അഹമിതി കർമ്മകൃത്. ഏവം ഇപ്രകാരം തമോവൃതഃ തമോ ഗുണത്താൽ ആച്ഛാദിതനായിത്തീരുന്ന ദേഹി ആ ജീവാത്മാവ് ദൈവഭൂത ആത്മസംഭവൈഹി, ചിലയിടത്ത് ദേവ എന്നും കാണുന്നുണ്ട്, അതായത് അധിദൈവം, അധിഭൂതം, അധ്യാത്മം, ഇങ്ങനെയുള്ള ബഹുവിധൈഹി ദുഃഖൈഹി ദുഃഖങ്ങളാൽ ക്ലിശ്യമാനഃ ക്ലേശിപ്പിക്കപ്പെട്ടുകൊണ്ടും നിർഗുണഃ സ്വതവേ നിർഗുണൻ ആണ് എന്നിരിക്കലും പ്രാണ ഇന്ദ്രിയ മനോധർമാൻ പഞ്ചപ്രാണൻ, ഇന്ദ്രിയം, മനസ്സുകളുടെ ധർമ്മങ്ങളായ ഇവയുടെയൊക്കെ ചേർന്ന ധർമ്മങ്ങളായിട്ടുള്ള ദാഹം, പൈതാഹാദികൾ, അന്ധത്വാദികൾ, കാമാദികൾ ഇവയെല്ലാം, ഇതൊക്കെ ശരിക്കും പ്രകൃതിയുടെ ഗുണങ്ങളാണ്. പക്ഷേ ജീവാത്മാവിന് തോന്നുകയാണ് ഇതെല്ലാം ഞാനാണ് അനുഭവിക്കുന്നത്. ഇങ്ങനെ ആത്മനി അധ്യാസ്യ തന്നിൽ ആരോപിച്ചിട്ട് മമ അഹം എൻ്റെ എന്നും ഞാൻ എന്നും ഇതി ഉള്ള മിഥ്യാഭിമാനത്തോടെ കാമലവാൻ വളരെ തുച്ഛമായിട്ടുള്ള വിഷയസുഖങ്ങളെ ധ്യായൻ, ഒരു തവണ
അനുഭവിച്ചാൽ വീണ്ടും വീണ്ടും വേണമെന്ന് ആഗ്രഹിക്കുന്നു, അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നു. ഇതാണ് ധ്യായൻ. എന്നിട്ട് അത് കിട്ടാൻ വേണ്ടിയുള്ള കർമ്മകൃത്, കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും ശതം വർഷം 100 വർഷത്തോളം ഈ ദേഹേ മനുഷ്യ ശരീരത്തിൽ ശേതേ കിടക്കുന്നു. ജീവാത്മാവ് നിർഗുണനാണെങ്കിലും പ്രാണൻ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് മുതലായവയുടെ ധർമ്മങ്ങളെയൊക്കെ തന്നിൽ ആരോപിച്ച് താനാണ് ഇതെല്ലാം അനുഭവിക്കുന്നതെന്ന് വിചാരിച്ച് ദുഃഖിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി 26, 27 ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുകയാണ്. യഥാ ആത്മാനം അവിജ്ഞായ, യഥാ ആത്മാനം അവിജ്ഞായ ഭഗവന്തം പരം ഗുരും പുരുഷസ്തു വിസജ്യേത ഗുണേഷു പ്രകൃതേഃ സ്വദൃക്. 27 ഗുണാഭിമാനീ സഹ തദാ കർമാണി കുരുതേ അവശഃ, കുരുതേ അവശ ശുക്ലം കൃഷ്ണം ലോഹിതം വാ യഥാ കർമ്മ അഭിജായതേ, യഥാ കർമ്മ അഭിജായതേ. പുരുഷഃ തു, ഈ ജീവാത്മാവാകട്ടെ, സ്വദൃക്, സ്വയമേവ പ്രകാശസ്വരൂപനാണ്. എന്നിട്ടും ഈശ്വരനെ അറിയാത്തതുകൊണ്ടാണ്, തൻ്റെ അവിജ്ഞാത സഖാവിനെ മറന്ന് ജീവിക്കുന്നത് കൊണ്ടാണ് മായയുടെ ഈ ബുദ്ധിക്കടിമപ്പെട്ട്, മായാബുദ്ധിക്കടിമപ്പെട്ട് ഒരടിമയെപ്പോലെ ജീവിക്കേണ്ടി വരുന്നത്. യഥാ, എപ്പോൾ വരെ, പരം ഗുരും, പരമഗുരുവും ആത്മാനം, ആത്മസ്വരൂപനുമായ ഭഗവന്തം, ഭഗവാനെ അവിജ്ഞായ, അറിയാതെ ഇരിക്കുന്നുവോ, തഥാ, അപ്പോൾ വരേക്കും പ്രകൃതേഃ ഗുണേഷു, പ്രകൃതിയുടെ ഗുണങ്ങളിൽ വിസജ്യേത, ആസക്തനായേക്കും. അങ്ങനെ ഗുണാഭിമാനി, ഈ വിധത്തിലുള്ള പ്രകൃതി ഗുണങ്ങളിൽ ഞാനെന്നും എൻ്റേതെന്നുമുള്ള അഭിമാനമാർന്ന ആ ജീവൻ സഹ അവശഃ, അവശനായിട്ട്, ആരോ കെട്ടിയിട്ടെന്നതുപോലെ, ശുക്ലം കൃഷ്ണം ലോഹിതം, ശുക്ലം എന്നാൽ വെളുത്ത നിറം, വെളുത്ത നിറം സാത്വിക ഗുണത്തെ പ്രതിനിധീകരിക്കുന്നു. കൃഷ്ണവർണം താമസം, ലോഹിതം ചുവപ്പ് വർണ്ണം രാജസം. ഇങ്ങനെയുള്ള കർമാണി, സാത്വികമോ രാജസികമോ താമസികമോ ആയിട്ടുള്ള കർമ്മങ്ങളെ കുരുതേ, ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിനൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ഈ ജീവന് സാധിക്കുകയില്ല. കാരണം ആ ബുദ്ധിക്ക് അടിമപ്പെട്ട് ഇഷ്ടമുണ്ടായാലും ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നതിന് അനുസരിച്ച് യഥാകർമ്മ, എന്ത് തരം കർമ്മമാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് വീണ്ടും വീണ്ടും അഭിജായതേ, പിറവിയെടുത്തുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ വൈദർഭി ചരിതത്തിൽ അവസാനം കണ്ടതുപോലെ ആ ഈശ്വരൻ തന്നെ ഒരു ഗുരുവിൻ്റെ രൂപത്തിൽ വന്നിട്ട് നമ്മെ ആ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടിത്തരുന്നവൻ ആയിട്ട് ആ സത്യത്തെ ഉദ്ബോധിപ്പിക്കുമ്പോൾ മാത്രമാണ് ഇവിടെ ഈ കാണുന്നവരുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല, ആരും ആരുടെയും അല്ല, എന്നാൽ മറ്റൊരു തരത്തിൽ എല്ലാവരും തുല്യരുമാണ്. ഈ ഒരു അവബോധം ഉണ്ടാക്കിത്തരാൻ ഒരു ഗുരുവിനെ ആവശ്യമാണ്. അത് ഒന്നുകിൽ ഈശ്വരൻ തന്നെ നമ്മുടെ മനസാക്ഷി രൂപത്തിൽ ഉള്ളിലിരുന്ന് പറഞ്ഞു തരും, അല്ലെങ്കിൽ പുറമേക്ക് ഒരു ഗുരു വ്യക്തീഭവിച്ച് വരുന്നതാണ്. അപ്പോൾ മാത്രമാണ് നമുക്കത് മനസ്സിലാകുന്നത്. എപ്പോഴും പറയുന്ന ഉദാഹരണം, കയറ് കണ്ടിട്ട് പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുക. അപ്പോൾ ആരാണോ അവിടെ വന്ന് ടോർച്ചടിച്ചിട്ട് നീ എന്തിനാണ് ഈ പേടിച്ചത്, ഇത് വെറും കയറാണ് എന്ന് കാണിച്ചു തരുന്ന ഒരാളുണ്ട്. അതേപോലെ ഈ ലോകത്തെ ഭയപ്പെട്ടും ഈ ലോക കാര്യങ്ങളിൽ ആശങ്കപ്പെട്ടും ഇരിക്കുന്ന നമ്മളോട് എന്തിനാണിങ്ങനെ പേടിക്കുന്നത് എന്ന് പറഞ്ഞു തരാനായിട്ട് ഒരു ഗുരു നമുക്ക് വെളിച്ചവുമായിട്ട് മുന്നിൽ വരും. അങ്ങനെ വരുന്നത് വരെ നമ്മൾ ഈ ഭ്രമത്തിൽ പെട്ടിങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കും. പലവിധത്തിലുള്ള കർമ്മങ്ങളിലൂടെ ലഭിക്കുന്ന ഓരോരോ കാര്യങ്ങളെ കുറിച്ചാണ് ഇനി 28ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ശുക്ലാദ പ്രകാശഭൂയിഷ്ഠാൻ ലോകാൻ ആപ്നോതി, ലോകാൻ ആപ്നോതി കർഹിച്ചിത്
ദുഃഖോദർക്കാൻ ക്രിയായാസാൻ തമഃ ക്രിയായാസാൻ സ്തമ ശോകോത്കടാൻ ക്വചിത്. കർഹിച്ചിത് ചിലപ്പോൾ ശുക്ലാത് സാത്വിക കർമ്മങ്ങളെ കൊണ്ട് പ്രകാശഭൂയിഷ്ഠാൻ പ്രകാശബാഹുല്യമുള്ള സ്വർഗാദി ലോകാൻ ലോകങ്ങളെയും. ഇനി രാജസിക കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ക്വചിത്ത് മറ്റ് ചിലപ്പോൾ ഈ രാജസകർമ്മങ്ങളുടെ ഫലമായിട്ട് ക്രിയായാസാൻ സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള കർമ്മക്ലേശങ്ങളും ഉണ്ടാകും, വല്ലപ്പോഴുമൊക്കെ സുഖവും ഉണ്ടാകും. എന്നാൽ ദുഃഖോദർക്കാൻ ഈ സുഖം പോലും പിന്നീട് ദുഃഖത്തിന് കാരണമായും ഭവിക്കും. ഇങ്ങനെയുള്ള മാനുഷലോകങ്ങളെയും ഇനി തമോമയമായ കർമ്മങ്ങൾ ചെയ്യുന്നവർ ശോകോത്കടാൻ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായും ആരുടെയൊക്കെയോ നിയന്ത്രണത്തിൽ ജീവിക്കേണ്ടി വരുന്ന തിര്യക്കുകളുടെ ലോകം, പശുപക്ഷി മൃഗാദികളുടെ ലോകത്തെയും ആപ്നോതി പ്രാപിക്കുന്നു. അപ്പോൾ സാത്വികമായ കർമ്മങ്ങൾ കൂടുതൽ ചെയ്യുന്നവർ അടുത്ത ജന്മത്തിൽ സ്വർഗത്തിലേക്ക് ദേവലോകത്തിലേക്ക് പോവുകയും രാജസികമായ കർമ്മങ്ങൾ കൂടുതലായി ചെയ്യുന്നവർ വീണ്ടും മനുഷ്യലോകത്തിൽ വരികയും ഇനി താമസികമായ കർമ്മങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ പശുപക്ഷി മൃഗാദികളായിട്ടും ജന്മമെടുക്കുന്നു. 29ാമത്തെ ശ്ലോകം. ക്വചിത് പുമാൻ ക്വചിച്ച സ്ത്രീ ക്വചിത് ന ഉഭയം അന്ധധീഹി ക്വചിന്നോഭയമന്ധധീഹി ദേവഃ ദേവോ മനുഷ്യഃ തിര്യക് വാ മനുഷ്യസ്തിര്യക് വാ യഥാകർമ്മഗുണം ഭവഃ. ദേവഃ ദേവനായിട്ടോ മനുഷ്യഃ മനുഷ്യനായിട്ടോ തിര്യക് വാ പക്ഷിമൃഗാദി വർഗമായിട്ടോ ഭവിക്കുന്ന ഈ അന്ധധീഹി അന്ധബുദ്ധിയായ ജീവൻ, ബുദ്ധിയാൽ നിയന്ത്രിക്കപ്പെടുന്ന ജീവൻ, ക്വചിത് ചില ജന്മത്തിൽ പുമാൻ പുരുഷനായും, ക്വചിത് ചിലപ്പോൾ സ്ത്രീയായും, ക്വചിത് ചിലപ്പോൾ ഇത് രണ്ടുമല്ലാത്ത നപുംസകങ്ങളായിട്ടും പിറന്നുകൊണ്ടിരിക്കും. എല്ലാം യഥാകർമ്മഗുണം അവർ ചെയ്തു വച്ച കർമ്മത്തിനും ഗുണത്തിനുമനുസരിച്ചാണ്. ഇങ്ങനെയാണ് വീണ്ടും വീണ്ടും ഈ ലോകത്തിൽ നമുക്ക് ഭവഃ ജന്മം സംഭവിക്കുന്നത്. ഇതിന് ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ ആദ്യം അംഗീകരിക്കേണ്ടത് എനിക്ക് വരുന്ന എല്ലാ അനുഭവങ്ങളും എൻ്റെ തന്നെ കർമ്മഫലമാണ്. ഇത് അംഗീകരിച്ചാൽ മാത്രമേ ആധ്യാത്മികതയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ഓരോ ജന്മത്തിലും ചെയ്യുന്നതിനനുസരിച്ചുള്ള ഉയർന്നതും താഴ്ന്നതുമായ ലോകങ്ങളെ പ്രാപിക്കുന്നതിനെ ഒരു ഉദാഹരണ രൂപത്തിൽ പറയുകയാണ് 30-31 ശ്ലോകങ്ങളിലായിട്ട്. ക്ഷുത്പരീതഃ ക്ഷുത്പരീതോ യഥാ ദീനഃ സാരമേയഃ സാരമേയോ ഗൃഹം ഗൃഹം ചരൻ വിന്ദതി യത് ദിഷ്ടം യദ്ദിഷ്ടം ദണ്ഡം ഓദനം ഏവ ദണ്ഡമോദനമേവ വാ. 31 തഥാ കാമാശയഃ കാമാശയോ ജീവഃ ഉച്ച അവാച പഥ ഉച്ചാവാച പഥാ ഭ്രമൻ ഉപരി അധഃ വാ മധ്യേ ഉപരി അധോ വാ മധ്യേ വാ യാതി ദിഷ്ടം പ്രിയ അപ്രിയം പ്രിയാപ്രിയം. യഥാ ഏത് പ്രകാരമാണോ ക്ഷുത്പരീതഃ വിശപ്പ് ബാധിച്ച് ദീനഃ അവശനായ സാരമേയഃ ഒരു നായ ഗൃഹം ഗൃഹം വീട് തോറും ചരൻ അലഞ്ഞു നടന്ന് ദിഷ്ടം യത് ഭാഗ്യം പോലെ, ദിഷ്ടം എന്നാൽ ഒരു വിധിയോഗം പോലെ, ഒരു പക്ഷേ ചിലർ കല്ലെടുത്തെറിയും, അങ്ങനെ ദണ്ഡം വാ ചിലപ്പോൾ അടികിട്ടും, അല്ലെങ്കിൽ വല്ലവരുമൊക്കെ ഓദനം ഏവ ഭക്ഷണ സാധനം തന്നെ കൊടുക്കും. ഇത് ഒരു തരത്തിലും മുൻകൂട്ടി പറയാൻ പറ്റില്ല എന്താ കിട്ടുക എന്ന്. ഇതേപോലെ ഇങ്ങനെ ഏതുപോലെയാണോ വിന്ദതി പ്രാപിക്കുന്നത് തഥാ ആ വിധത്തിൽ കാമാശയഃ ഉള്ളിൽ പലവിധത്തിലുള്ള ആഗ്രഹങ്ങളുള്ള ജീവഃ
ജീവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് ഉച്ച അവച പഥ, ഉയർച്ചയും താഴ്ചയുമുള്ള മാർഗത്തിലൂടെ ഒന്നുകിൽ ഉപരിലോകങ്ങളായിട്ടുള്ള സ്വർഗത്തിലേക്കോ അല്ലെങ്കിൽ മധ്യേയുള്ള ഭൂമിയിലേക്കോ അല്ലെങ്കിൽ അധഹവ താഴ്ന്ന ലോകങ്ങളായ പശുപക്ഷി മൃഗാദികളുടെ ലോകത്തിലേക്കോ. ആ ലോകം എന്ന് വെച്ചാൽ ഓരോ കൂട്ടം എന്നർത്ഥം. പശുപക്ഷി മൃഗാദികളും നമ്മുടെ കൂടെ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നതെങ്കിലും നമ്മൾ കാണുന്ന ലോകമല്ല അവർ കാണുന്നത്. ഏതുപോലെ എന്ന് വെച്ചാൽ ഒരു 10 നിലയുള്ള കെട്ടിടത്തിലെ 1-ാം നിലയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയല്ല 5-ാം നിലയിൽ നിന്ന് കാണുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമാണ് 10-ാം നിലയിൽ നിന്ന് കാണുന്ന കാഴ്ച. ഇതുപോലെ ഒരേ സ്ഥലത്താണ് ജീവിക്കുന്നതെങ്കിലും, ഭൂമിയിൽ തന്നെയാണ് ജീവിക്കുന്നതെങ്കിലും മനുഷ്യന്റെ കാഴ്ചയും അവന്റെ കാഴ്ചപ്പാടുകളും വ്യത്യാസമാണ്. അതേപോലെ പശുപക്ഷി മൃഗാദികളുടെയും. അതുകൊണ്ടാണ് അവരെ അധോലോകം എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ 3 സ്ഥലത്തേക്കായിട്ട്, ഉയർന്ന തലത്തിലോ മധ്യത്തിലോ താണതലത്തിലോ ഒക്കെയായി ഭ്രമൻ അലഞ്ഞു തിരിഞ്ഞ് ദിഷ്ടം, നമുക്ക് വിധി അനുസരിച്ച്, അതായത് നമ്മൾ ചെയ്തു വച്ച കർമാനുസൃതമായിട്ട് പ്രിയ അപ്രിയം സുഖദുഃഖങ്ങളെ നമ്മൾ യാതി പ്രാപിക്കുന്നു. എന്നാൽ ഈ ഭൂമിയിൽ ദുഃഖം മാത്രമല്ലല്ലോ സുഖവും ഉണ്ടല്ലോ എന്നൊരു സംശയമുണ്ടെങ്കിൽ അതിനൊരു സമാധാനമായിട്ട് പറയുകയാണ് 32-ാമത്തെ ശ്ലോകം. ദുഃഖേഷു ഏകതരേണ അപി, ദുഃഖേഷു ഏകതരേണ അപി ദൈവഭൂത ആത്മഹേതുഷു, ദൈവഭൂതാത്മഹേതുഷു ജീവസ്യ ന വ്യവച്ഛേദഃ സ്യാത് ചേത് തത്തത്, സ്യാത് ചേത് തത്തത് പ്രതിക്രിയ. ഈ ലോകത്തിൽ പ്രധാനമായി 3 തരത്തിലുള്ള ദുഃഖമാണെന്ന് പറയപ്പെടുന്നു. അധിദൈവം, നമ്മൾ ചെയ്തു വച്ച കർമ്മഫലത്തിനനുസരിച്ച് വിധിവശാൽ വന്ന് ചേരുന്ന ദൈവീകമായിട്ടുള്ള, അതായത് ആക്സിഡന്റ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള വീഴ്ച, ഇതൊക്കെ പറയുന്നത് അതിദൈവികമായ ദുഃഖങ്ങളാണ്. അധിഭൂതം എന്ന് വെച്ചാൽ പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത്. ഭൂമികുലുക്കം, ഇടിമിന്നൽ, കൊടുങ്കാറ്റ്, വെള്ളപ്പൊക്കം, ഇങ്ങനെയൊക്കെ വരുന്ന ദുഃഖങ്ങളാണ് അധിഭൂതം. ഇനി അധ്യാത്മം എന്നാൽ നമ്മുടെ തന്നെ ചിന്തകൾ കൊണ്ട്, കാഴ്ചപ്പാടുകൾ വികലമാകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ദുഃഖങ്ങൾ. അതായത് ഏത് പ്രശ്നത്തെയും നമ്മൾ ഏത് രീതിയിൽ സമീപിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ സുഖവും ദുഃഖവും. മക്കൾക്ക് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ അതെന്തോ വലിയ സംഭവമാണ് എന്ന് ചിന്തിച്ചാൽ നമുക്ക് ദുഃഖമാണ്. എന്നാൽ പരീക്ഷയിൽ കിട്ടുന്ന മാർക്കൊന്നും ഒരു മനുഷ്യന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതല്ല. അതൊക്കെ താൽക്കാലികമായിട്ട് അപ്പോൾ ചോദിക്കുന്നവരോട് പറയാൻ ഒരു മാർക്ക് അത്രയേ ഉള്ളൂ എന്നതിനെ നിസ്സാരമാക്കി കണ്ടാൽ ഒരു ദുഃഖവും ഇല്ല. ഇങ്ങനെയാണ് ഏത് പ്രശ്നവും നമ്മൾ അതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും സുഖവും ദുഃഖവും. അപ്പോൾ ഇങ്ങനെ ആധ്യാത്മിക ദുഃഖം, ശരീരത്തിന് വരുന്ന രോഗങ്ങൾ, മനസ്സിന് വരുന്ന ഇതുപോലെയുള്ള അസൂയ കൊണ്ടോ അമിതമായ അത്യാഗ്രഹം കൊണ്ടോ ഒക്കെ വരുന്ന ദുഃഖങ്ങളുണ്ട്. ഇതെല്ലാം ആധ്യാത്മിക ദുഃഖങ്ങളാണ്. ഇങ്ങനെയുള്ള ദുഃഖങ്ങളിൽ ഏകതരേണ അപി, ഏതെങ്കിലും ചിലതിനോടെങ്കിലും ജീവസ്യ, ജീവന് തത്തത് പ്രതിക്രിയ, അതിനുള്ളൊരു താൽക്കാലിക പരിഹാരം കണ്ടെത്തിയാൽ സ്യാത് ചേത്, താൽക്കാലികമായ സുഖം ഉണ്ടായി വന്നേക്കാമെങ്കിലും കൂടി, അതായത് നമ്മൾ വളരെയധികം ടെൻഷൻ അടിച്ചൊരു കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ദുഃഖമാണ്. ആ ടെൻഷൻ എന്തിനു വേണ്ടിയാണോ നമ്മൾ കൊണ്ടത്, ആ കാര്യം നടന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു ആശ്വാസമുണ്ട്. പക്ഷെ അതുപോലും താൽക്കാലികമാണ്. അതുകൊണ്ടാണ് ഈ ദുഃഖത്തിൽ നിന്നൊരു വ്യവച്ഛേദ, ആത്യന്തികമായ വിയോഗം എന്നത് ഒരിക്കലും സംഭവിക്കുന്നില്ല.
സുഖവും ദുഃഖവും മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അതിൽ തന്നെ ദുഃഖം തന്നെയാണ് കൂടുതൽ. കാരണം നമ്മുടെ കൂടെ ഇരിക്കുന്ന പലരും പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അതൊരു ദുഃഖം തന്നെയാണ്. എന്നേക്കുമായി വിട്ടുപോയാൽ അത് ആത്യന്തികമായ ദുഃഖമാണ്. ഇങ്ങനെ ദുഃഖം തന്നെയാണ് നമുക്ക് കൂടുതലായും ഉണ്ടാകുന്നത്. അതിനിടയിൽ വീണ് കിട്ടുന്ന ഏതാനും നിമിഷങ്ങളാണ് നമ്മൾ സുഖമെന്ന് കരുതുന്നത്. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.